കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് CPM ഒരു കാലത്തും എടുത്തിട്ടില്ല. അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത്. സംഘപരിവാറിനെ ഭയന്നാണ് CPM നേതാക്കൾ ജീവിക്കുന്നത്. അതിന്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടുകൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം CPM ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്? SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്? കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDFനെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPM വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPM ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്. CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SDPIക്ക് വരച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SDPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM എന്താണ് അവർ പറയുന്നതിന്റെ സാങ്കത്യം? അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും. ഇപ്പൊ എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ജമാഅത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചു. നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക്, പത്രസമ്മേളനം എടുത്ത് നോക്ക്. CAA ഇപ്പൊ CAA കുറിച്ച് മിണ്ടല്ലോ. എന്താ CAA പോയോ? പാർലമെന്റ് ഇലക്ഷനിൽ 35 ദിവസമാണ് CAA എന്ന് പറഞ്ഞത്. ആ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ CAA എന്ന് നാവിന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ.